നമുക്കേ അവിടം വഴി ഒരു വഴിയുണ്ട്, അങ്ങനെ പോകാൻ പറ്റുമോ നോക്കാം. കൊള്ളാല്ലേ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇറങ്ങി ഗൈസ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ കണ്ടൻറ്റൊന്നുമില്ല ഗൈസ്, നമ്മൾ ചുമ്മാ ഇറങ്ങിയതാണ്. മഴയൊക്കെ അല്ലേ, മൊത്തം വെള്ളമൊക്കെ ഇവിടെയൊക്കെ, അതൊക്കെ ചുമ്മാ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. കണ്ടൻറ്റ് ഇല്ലാത്ത കാരണമാണ് ഗൈസ് നമ്മളങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാത്തത്. വണ്ടി റിവ്യൂ ചെയ്യാൻ വണ്ടി ഉണ്ട്, പക്ഷേ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് ബഡ്ജറ്റൊക്കെ ഇച്ചിരി സീനായിട്ടായിരിക്കും. പണിയൊന്നുമില്ല ഗൈസ്, മഴയൊക്കെ കാരണം ഓട്ടോ ഒന്നുമില്ല, ഇപ്പം ഫുള്ള് സീനായിട്ടിരിക്കുക. അപ്പം നമ്മുടെ വീട്ടിലോട്ട് പോകാൻ എന്തായാലും നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്ത സൈഡിൽ കണ്ട ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ വീട്ടിലോട്ട് പോവാം. ഉണ്ടായി ഇവിടെ കണ്ടത്തിലൊക്കെ മൊത്തം വെള്ളം. 2 ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു, കുറച്ച് ദിവസമായിട്ട് മഴയൊന്നും ഇല്ലായിരിക്കുമായിരുന്നു, അപ്പോൾ പിന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മൊത്തം വെള്ളമാണ്. ഇത് കണ്ട ഫുള്ള് വെള്ളം. നമ്മൾ അന്ന് മറ്റേ മൈലേജ് ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മളിത് ഇവിടെ നിന്നാണ് വണ്ടി ഇതുണ്ട്. ഇത് വണ്ടി മുങ്ങണ രീതിക്കുള്ള വെള്ളം കാണിച്ചു തരാൻ. ഇപ്പം തന്നെ പകുതിയായി, റോട്ടിലോട്ട് വെള്ളം കയറി കിടക്കുക. അപ്പുറത്ത് നിറഞ്ഞു കിടക്കുക വെള്ളം, കാണിച്ചു തരാൻ അവിടെയായിട്ട്. കേട്ടാ ഫുള്ള് വെള്ളമാണ് ഗൈസ്. നമുക്ക് ഇവിടെ വെച്ചൊരു വീഡിയോ എടുക്കാം. നോക്കി വണ്ടി വെച്ചാൽ മറിഞ്ഞു പോകുന്നറിയാൻ പറ്റില്ല, അതിൽ നോക്കാം. എത്തൊന്നുമില്ല. എന്താ ഓയില്ല എന്താണ്ടൊക്കെ നമ്മൾ പോകണം. വെള്ളം നോക്കിയ ഗൈസ്, ഞാൻ കാണിച്ചു തരാം എന്തോരം ഉണ്ടെന്ന്. ഇവിടെ ഇത്രയുള്ള അവിടെ ആഴമുണ്ട് ഗൈസ്. വണ്ടി മുങ്ങണ രീതിക്കുള്ള ആഴമുണ്ട്. സ്റ്റാർട്ടാക്കി ഇട്ടേക്കണം എന്താണെന്ന് വെച്ചാൽ ഇനി വല്ല വെള്ളം അങ്ങനെ കയറിയാലായാലും വഴി അങ്ങനെ കണ്ട ഫുള്ള് വെള്ളമാണ് ഗൈസ്. അതൊന്ന് കഴുകിയേക്കാം എന്തായാലും. അഴുക്ക് വെള്ളം ചമ്മിപ്പോയി. അവിടെ മറ്റേ പാട്ടട ഓടുന്നുണ്ടേ. ഗൈസ്, നമ്മുടെ ഒരു ഇൻസ്റ്റയിൽ റീല് വൈറലായിരുന്നു. ബീച്ചിൽ കൊണ്ട് വെച്ചൊരു പതയുടെ കൂടെ വെച്ച് വീഡിയോ എടുത്തത്. അപ്പം അതിനകത്ത് കുറേ കമൻറ്റൊക്കെ അയ്യോ പാമ്പാണ് അല്ലല്ല, അതിൻ്റെ അകത്ത് കുറേ കമൻറ്റൊക്കെ വന്നായിരുന്നു. വണ്ടി അതിൻ്റെ അകത്ത് വെച്ചിട്ട് അടിച്ചു പോയി. അതാണിതാണ്. വണ്ടിക്ക് ഒരു കുഴപ്പമില്ല ഗൈസ് ഇപ്പോഴും. ഇത് നിങ്ങൾ ഈ കണ്ണ വണ്ടിയത്, ഞാൻ നമ്പർ നോക്കിയോ അതിൻ്റെ അകത്ത് നിന്നിട്ട് ഒരു കംപ്ലൈൻറ്റും ഇല്ല ഗൈസ്. ഞാനത് കൊണ്ടുവന്നിട്ട് അപ്പം തന്നെ കഴിക്കുമായിരുന്നു. തുരുമ്പടിച്ച് പോയി അതാണിതാണെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഒന്നും പറ്റിയിട്ടില്ല ഗൈസ് വണ്ടിക്ക്. അണ്ടർവെല്ലിയുടെ അവിടെ വരെ വെള്ളമുണ്ട്. നമ്മുടെ സീറ്റൊന്ന് ചെറുതായിട്ട് കീറിയായിരുന്നല്ലോ. ഞാൻ വെള്ളം ഒന്നും കിടക്കാണ്ട് ഒരു ഇടി കൊടുത്തതാണ്. വെള്ളം ഇതിങ്ങനെ ഇടിച്ചതാ, കീറിപ്പോയി. മഴയും വെയിലൊക്കെ കൊണ്ട് സീറ്റ് പോയിരിക്കണം. സീറ്റ് കവർ ചെയ്യണം ഗൈസ്. ഒരു കറക്കിറക്കിയാലേ ആരെങ്കിലും ഉണ്ടായിരുന്നൊക്കെ ഒരു വീഡിയോ എടുപ്പിക്കായിരുന്നു. വേണ്ട, അതൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് സ്പീഡിൽ പോവാം.
എന്തായാലും വളക്കാം. വെള്ളം ഫോണേ വീഴുമെന്നാണ് എനിക്ക് തോന്നണത്. അത് മൊത്തം നനഞ്ഞിരിക്കേ. ഓ കുളിച്ച് ഫോണിലൊക്കെ മൊത്തം വെള്ളമായി ഗൈസ്. അടിച്ചു പോയായിരുന്നാൽ മതിയായിരുന്നു. അതുകൊണ്ട് അവിടെ ഞാൻ തുടക്കാം. നിങ്ങളുടെ അവിടെ വെള്ളമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും ഗൈസ്. പ്രളയം വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. മൈക്കിലൊക്കെ മൊത്തം വെള്ളമായി, പറയണ കൊണ്ടെന്ന് അറിയാൻ മേല. അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ കൂടെ നോക്കാം. ആദ്യം ഫോണിൽ വെള്ളമൊക്കെ ഒന്ന് തുടച്ചളയട്ടെ എന്നിട്ട് ബാക്കിയുള്ള അടുത്തോടെ പോവാം. ഓക്കെ, ഫോൺ തുടച്ചിട്ടുണ്ട്. ഇത് വിറ്റന്ന് അഴിയണില്ലായിരുന്നു, ഉടക്കി പോയി അവിടെ ഹോൾഡറായിരുന്നു. ഞാൻ കുറേ തിരിച്ചിട്ടാണ് റെഡിയായത്. അവിടെ നമ്മുടെ പുലരി ഗ്രൗണ്ടിൽ കൂടെ നോക്കാം, അവിടെ വെള്ളമുണ്ടെന്ന് എനിക്ക് തോന്നണത്. ഇല്ലെങ്കിൽ നമുക്ക് വീഡിയോ അവസാനിപ്പിച്ചേക്കാം ഗൈസ്. ചൊറിയനുണ്ട്. അയ്യോ, അഴുക്ക് വെള്ളമായിരുന്നെന്ന് തോന്നണത്. മഴ കാരണം ഞാനീ പാൻറ്റിപ്പാണ്ട് 5ാമത്തെ തൊട്ടാണ് കയറിണ. ഉണക്കാരക്ഷയൊന്നുമില്ലാത്ത കാരണം പെട്ട് നിൽക്ക് ഇട്ട പാൻറ്റ് ഉടുപ്പൊക്കെ തന്നെ മാറി ഇട്ട് കളിക്കുക. ഒരു കൂട്ടുകാരൻ തന്നെ വിളിക്കൊണ്ട് കോൾ എടുക്കട്ടെ ഗൈസ്. ഇതാണ് കുഴപ്പം, നമ്മൾ വീഡിയോ എടുത്തിട്ടിരിക്കണ വഴിയേ കോള് വന്ന സീനാക്കി വീഡിയോ കട്ടായി പോവും. അവിടെ വെള്ളമുണ്ടെന്ന് തോന്നണം ഗൈസ്. എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം. ഓക്കെ, അത്യാവശ്യം വെള്ളമുണ്ട് ഗൈസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. വേറെ കണ്ടന്റ് ഒന്നും ഇല്ല. ഞാൻ ഇറങ്ങിയതാ, പിന്നെയും വിളിക്കുന്നുണ്ട് കോപ്പ്. ഇപ്പം വരാം ഗൈസ്. പിന്നെയും കോള് വന്നായിരുന്നു. ഇപ്പോൾ നമ്മൾ ഫോണിപ്പോൾ എയറോപ്ലെയിൻ മൂഡ് ഓണാക്കിയിട്ടേക്ക് ആരെങ്കിലും വിളിച്ചില്ല, കട്ടായി പോകും വീഡിയോ. ഞാൻ കിടന്നിങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയും ചെയ്യും, ലാസ്റ്റ് ചമ്മിയും പോവും. ഇങ്ങനെ 5-6 പ്രാവശ്യം ചമ്മിയിട്ടുണ്ട്. വെള്ളമുണ്ട് ഗൈസ് ഇവിടെയൊക്കെ അത്യാവശ്യം. നമ്മളിത് അവിടെയൊക്കെ ആയിട്ടാണ് നേരത്തെ ഇരുന്നിട്ടിരുന്നത്. ഇപ്പോൾ ഇരിക്കാറൊന്നുമില്ല, നേരത്തെ അവിടെയൊക്കെ ആയിട്ടായിരുന്നു ഇരിക്കണത്. സ്ഥലമൊക്കെ കാണിച്ചാൽ മണിക്ക്. ഓക്കെ, ഈ കണ്ടത്തിൽ കൂടെ റൈഡ് പോയാലോ. കൊള്ളാമല്ലേ? മഴയത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ച് നടക്കാൻ ഭയങ്കര രസമാണ് ഗൈസ്. ഞങ്ങൾ നേരത്തെ കൊച്ചിയിലെ സൈക്കിൾ ഇതുപോലെ മഴയൊക്കെ വരുമ്പോൾ ഈ കാട്ടിലും കണ്ടത്തിലൊക്കെ കൂടെ ഇങ്ങനെ ഓടിച്ച് നടക്കും. അടിപൊളിയല്ലേ? ആരെങ്കിലും ഉണ്ടായിരുന്ന നമുക്ക് വീഡിയോ എടുപ്പിക്കായിരുന്നു ബാക്കിൽ നിന്ന്. വണ്ടി ഓടിപ്പോണാണ് നല്ല രസമായിരിക്കും. കണ്ടത്തി ഇറക്കണമെന്നുണ്ട്, ആഴമുണ്ട്, ഉറപ്പുള്ള കാര്യം ആഴമുണ്ട്. തോട്ടി ഇറക്കി നമുക്കേ അവിടം വഴി ഒരു വഴിയുണ്ട്, അങ്ങനെ പോകാൻ പറ്റുമോ നോക്കാം. അങ്ങനെ പോവാമെങ്കിൽ അപ്പുറം വഴി കയറി കണ്ടം വഴി കയറി അപ്പുറം വഴി വരാം. വഴി മാറിപ്പോയി. അയ്യോ, പിന്നെ വഴി മാറിപ്പോയി. അങ്ങനെ പോകാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. പോണമെന്ന് വെച്ചാൽ പോവാം, പക്ഷെ വെള്ളമാണെന്ന് തോന്നുന്നു. പോണ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇറങ്ങും ഗൈസ്. വണ്ടി നശിപ്പിക്കല്ല കേട്ടോ, അത് നമുക്കറിയാവുന്ന വഴിയാണ്. കൺട്രോളിൽ തട്ടാതെ വേണം ഇറങ്ങാൻ. അപ്പോൾ കണ്ടത്തിൽ കൂടെയാണ് കേസ് പോകുന്നത്. അവിടെ നെല്ല് വിതച്ചിട്ടുണ്ട്, അങ്ങോട്ടിറക്കി അവർ തന്തക്ക് വിളിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോവാം.
ഒരു ഇൻട്രോ ഔട്ട്രോ ഇട്ടേക്കല്ലേ. ആഹാ, അതിമനോഹരമായ കണ്ടോ വണ്ടി, കൊള്ളാല്ലേ. അപ്പോൾ ഈ നമുക്ക് ഇതിനെ വഴി കയറി ഇനി വീട്ടിലോട്ടാണ് പോണത്. അപ്പോൾ ആ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ നോക്കുക ഗൈസ്, എന്നാലേ നിങ്ങൾക്ക് എന്താണെന്നൊക്കെയാണ് മനസ്സിലാകത്തുള്ളൂ. എനിക്ക് പിന്നെ വാച്ച് അവേഴ്സ് കിട്ടത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നിങ്ങൾ. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന, നിങ്ങൾ എന്ത് കമൻറ്റ് ചെയ്താലും അതുപോലെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം ഗൈസ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. ഓക്കെ, പോവാം. നമുക്ക് ഇനി ഇതും കൂടെ കയറണം, കൂടെ കാണിച്ചു തന്നേക്കാം. എന്തായാലും ഇത്ര അങ്ങോട്ടൊന്നുമല്ലേ, ഇതിലും വഴിയാണ് നമ്മൾ വന്നത്. എക്സ്പെൽസ് ഒക്കെ ആയിരുന്നു നമുക്ക് വല്ല തെങ്ങിൻ്റെ മുകളിൽ കൊണ്ട കയറ്റി വെക്കായിരുന്നു. ഇത് ഓഫ് റോഡ് വണ്ടിയൊന്നും അല്ലല്ലേ. എന്നാലും ഞാൻ കുറേ ഓഫ് റോഡ് ഞാൻ കയറ്റിയിട്ടുണ്ട് ഇത് വെച്ച്. കുറേ എന്ന് പറഞ്ഞാൽ കുറേ അധികം. അണ്ടർ വലിയൊക്കെ ഉള്ള കാരണം ടാസ്ക്കാണ് ഓഫ് റോഡ് കയറ്റാൻ, ഇടിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ഈ റോഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ബ്രേക്ക് കിട്ടണം ടാസ്ക്കാണ്. നിങ്ങൾ മാക്സിമം സ്പീഡ് കുറച്ച് പോകാൻ നോക്കി. മഴക്കാലത്തൊക്കെ ABS അല്ലാത്ത വണ്ടിയൊക്കെ മാക്സിമം സ്പീഡ് കുറച്ച് പോയില്ലെങ്കിൽ നമ്മളായിട്ട് ഓരോ ദുരന്തം വരുത്തി വെക്കണ്ടല്ലോ. അതായത് ABS അല്ലാത്ത കാരണം ബ്രേക്ക് കിട്ടാൻ ചാൻസ് കുറവ്. എനിക്ക് തന്നെ ഇപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് കിട്ടാൻ ടാസ്ക്കാണ്, ബാക്ക് ബ്രേക്കും കുറവാണ്, കിട്ടണമല്ലോ മഴയായ കാരണം. അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച വീഡിയോ തുടങ്ങിയ